ഈ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇവിടെ സംസാരിക്കുന്നതിന് എന്താ പ്രശ്നം? എന്താണ് ഇവിടെ നടക്കുന്ന ഒരു പ്രശ്നം? എന്താ ഇവിടെ നിന്ന് വല്ല പിന്നെ ഭൂമി വല്ലതും പിളർന്നു പോകും? അവിടെ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരുന്ന് ഒരുമിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അങ്ങനെയാണെങ്കിൽ രണ്ട് പുരുഷന്മാർ ഒരുമിച്ചിരുന്ന് സംസാരിച്ചാൽ എന്ത് പറയും നിങ്ങൾ? പ്രകൃതി വിരുദ്ധം എന്ന് പറയും. അങ്ങനെ പറയേണ്ടതാണ്. ഇവരുടെ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെയും പറയാം. രണ്ട് പുരുഷന്മാരാണ് ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്നതെങ്കിൽ പ്രകൃതി വിരുദ്ധമാണെന്ന് ഇവർക്ക് പറയേണ്ടി വരും. ഇവരുടെ ഒരു തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. തലമുറ മാറ്റം നമ്മൾ അംഗീകരിച്ചേ മതിയാവുകയുള്ളൂ. തലമുറ മാറ്റം അംഗീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചവറ്റുകുട്ടയിൽ എറിയപ്പെടും. സംശയമില്ലാത്ത കാര്യമാണ്. തലമുറ മാറ്റത്തെ നമ്മൾ അംഗീകരിക്കണം. ഇപ്പം നമ്മളെക്കാൾ ഒരു തലമുറയ്ക്ക് പിന്നിലുള്ള ഈ വിദ്യാർത്ഥികളായിട്ടും അല്ലെങ്കിൽ യുവാക്കളായിട്ടുള്ള ആൾക്കാർ അവർ ഇടപഴകുകയും പെരുമാറുകയും ചെയ്യുമ്പോൾ അത് നമ്മുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും, നിങ്ങളുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരിക്കും. കാലം മാറിയേ, കാലം നല്ല രീതിയിൽ മാറി. ഇനിയിപ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇവരും തിരിച്ച് ചോദ്യം ചെയ്യും. ഇതൊരു സാമൂഹിക അന്തരീക്ഷത്തെ ബാധിക്കും. ഇത് കാലം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുമെന്നേ. അതിനനുസരിച്ച് നമ്മൾ സഞ്ചരിക്കണം. നമ്മളതിനെ എങ്ങനെ എന്താ പറയുക, സദാചാര ബോധത്തോടെ നോക്കിക്കാണുക. ഇങ്ങനെയൊക്കെയാണ് പ്രശ്നം. ഇപ്പോൾ ഈ ഒരു വീട്ടമ്മയാണ് ഇവർ, റസീന. ആയിക്കോട്ടെ, അതിനെന്താ? ഒരു വീട്ടമ്മയ്ക്ക് എന്താ മറ്റൊരു പുരുഷനോട് സംസാരിച്ചുകൂടെ? അതോ ഇവരെ എല്ലാ കാലത്തും കൊണ്ടുപോയി ഇരുമ്പഴിക്കുള്ളിൽ ഇടണോ?